ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അതോടെ ഞാൻ നിർത്തി വേറൊരു വീഡിയോ ഇനി ഇടുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ഞാമി മാത്രമേ ഉള്ളൂ, പിന്നെ എൻ്റെ അച്ഛനമ്മയും ചേച്ചിയും ചേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കല്യാണം കഴിച്ചെന്ന് വെക്കുക. കല്യാണം കഴിച്ചിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. അതിൽ ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാം കൂടി ഉള്ളിലിട്ട് വീർപ്പ് മുട്ടി ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ എവർ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിൽ ഒരു തെറ്റും കാണുന്നില്ല. അല്ലാണ്ട് അടിമയായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല, ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യമില്ല. എന്തായാലും ഞാൻ അതൊരു അവിശോക്തി പറഞ്ഞതേ ഉള്ളൂ. പാർവതി അരുൺ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ആയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. അതായത് പാർവതി അരുൺ എന്ന് പറയുന്ന രണ്ടുപേരുടെ പേരും കൂടി ചേർത്തിട്ട് പ്രാവൺ ലൈഫ് എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിലെ പേര്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പ്രേമിച്ച് കുട്ടിക്കാലത്തൊന്ന് ഉദ്ദേശിച്ച ഒരു 18-21 വയസ്സ് ആ ഒരു സമയത്ത് അവർ പ്രേമിച്ച് കല്യാണം കഴിച്ച് ജീവിതം ജീവിച്ചു തുടങ്ങി. എന്നാൽ റീസെന്റ് അവർ രണ്ടുപേരും ഒരു 7-8 മാസം മുന്നേ എടുത്ത തീരുമാനത്താൽ ഡിവോഴ്സ് ആയിട്ടുണ്ട്. എന്തായാലും ഡിവോഴ്സ് ആയത് എന്തോ അവരുടെ ഫാമിലി പ്രശ്നമാണ്. വാട്ടെവർ എന്ത് പ്രശ്നമായിക്കോട്ടെ നമുക്കതിൽ തലയിടേണ്ട ഒരു റൈറ്റ്സും ഇല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അവരായിട്ട് ആ വിഷയം കൊണ്ടിടാത്തടത്തോളം കാലം നമ്മൾ അതിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല. നമുക്കതിൽ കയറി സംസാരിക്കാനുള്ള വോയിസും ഇല്ല. പാർവതി എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഈ ഡിവോഴ്സ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം. ഞാൻ അന്ന് ആ വീഡിയോ കണ്ടിട്ടും ഞാൻ അതങ്ങ് വിട്ട കേസ്. എന്തിനാണ് നമ്മൾ അവരുടെ ഡിവോഴ്സ് കേസ് എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നതെന്നുള്ളൊരു തോട്ട്. അപ്പൊ നിങ്ങളായിരിക്കും നീ ഒരുപാട് ഡിവോഴ്സ് കേസ് ഒരുപാട് ഫാമിലി പ്രശ്നങ്ങളൊക്കെ കയറി ഇടപെട്ട് സംസാരിച്ചിട്ടുള്ളവനല്ലടാ, പിന്നെ നീ എന്താടാ ഈ പ്രശ്നത്തിൽ കയറി ഇടപെടാത്തെന്ന് നിങ്ങൾ ചോദിക്കും. അവര് വന്നിട്ട് എന്തിനാണ് ഡിവോഴ്സ് ആയതെന്ന് അവർ പറയുന്നില്ല. അവര് വന്നിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നിരന്തരം അതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സായി പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട്. അതിനുശേഷം അവരൊരു വീഡിയോ ഇന്നിട്ട് ആ വീഡിയോ ആണ് എനിക്ക് കൊണ്ടിട്ടുള്ളത്. എന്തായാലും ആ വീഡിയോ കാണും മുന്നേ ആദ്യം ഇട്ട വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ വീഡിയോസ് കാണുന്നതല്ലേ, അപ്പം ഞങ്ങൾക്ക് എന്താണ് അതിനുള്ള ആൻസർ തരാത്തത് എന്നൊക്കെ ചോദിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് സംഭവം എന്നുള്ളത്. എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അരുൺ ചേട്ടനുമായിട്ട് സെപ്പറേറ്റ് ആയോ, ഡിവോഴ്സ് ആയോ, നിങ്ങളൊന്നിച്ചല്ലേ, അരുൺ ചേട്ടൻ വീഡിയോസിൽ കാണുന്നില്ല. അപ്പം അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി അതിനൊന്നും ഒരു റിപ്ലൈ ഞാനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതായത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നപ്പോൾ പാർവതി ഒന്നിനും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഈ ഫാമിലി വ്ളോഗേഴ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ചോദ്യങ്ങൾ വേറൊന്നുമല്ല, പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ആൾക്കാർ ചോദിക്കും. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുപ്പിയതും തുമ്മിയതും തൂറിയടക്കം ഈ ഫാമിലി വ്ളോഗേഴ്സ് കൊണ്ട് യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇടും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂടെ എന്നും തുപ്പാനും തുമ്മാനും തൂറാനും ഉണ്ടായിരുന്ന ആള് കാണാതെയോ അപ്രത്യക്ഷിതമാവുമ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, എവിടെ ആളെവിടെ, എന്നും തുപ്പാനും തുമ്മാനും തൂറാനും ഉണ്ടായിരുന്നല്ലോ, ഇന്നെവിടെ കാണാനില്ല എന്നുള്ളൊരു ചോദ്യം ആൾക്കാർ ചോദിച്ചു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി, അവർ മാറി നിൽക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിവോഴ്സ് എന്ന് പറയുന്ന തീരുമാനങ്ങൾ എടുത്ത് മാറിക്കഴിഞ്ഞാലും ഇവരടുത്ത് ഉത്തരം പറയേണ്ട ഒരു സ്റ്റേജിലോട്ട് വരും. അതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അവർക്ക് ഏറ്റവും വലിയ വിഷയമാണ് ഇവര് എന്തെങ്കിലും ഒരു കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ പരിചയപ്പെടുത്തി ഒരു ദിവസം വീഡിയോയിൽ കാണിച്ചിട്ട് അടുത്ത് വേറെ ഒരാളെ വന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ തീർന്നതങ്ങ് കൂട്ടിയാൽ മതി. അമ്മാതിരി ലെവലിലായിരിക്കും സൈബർ അറ്റാക്ക്. നീ അവനെ ചതിച്ചില്ലേടി, നീ അവളെ ചതിച്ചില്ലേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ അറ്റാക്കിന്റെ പൊടി പൂരമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഫാമിലി വ്ളോഗ്സ് എപ്പോഴും ഇങ്ങനൊരു കാര്യം ഫേസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ചോദ്യമേ ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. നീ എവിടെ ഉള്ളതാ, നീ എവിടെ കിടയാ, എന്ത് തേങ്ങയാ ചെയ്യും. നമ്മൾ ആ കുറിച്ചൊന്നും ആർക്കും ഒരു തേങ്ങ അറിയാൻ വേണ്ട, അന്വേഷിക്കാൻ വേണ്ട. അതാണ് വാസ്തവം. എന്തായാലും പാർവതി പറയുന്ന ബാക്കിയൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ആക്ച്വലി ഞാനൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഫൈനൽ ഒരു ഇതെടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഒരു 10 മാസം 11 മാസമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ അച്ഛനമ്മയുടെ കൂടെയൊക്കെയാണ് താമസിക്കുന്നത്. ഞാനും ഞാമിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ അപ്പോൾ ഒന്നും ഉത്തരം തരാതിരുന്നത് കാരണം എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ മണ്ടനാക്കുകയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അല്ല. എൻ്റെ വീഡിയോസ് കാണുന്നവരോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എന്താ പറയുക, എല്ലാത്തിനും ഒരു ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രം ഇത് പറയാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അതായത് ഇവര് രണ്ടുപേരും ഡിവോഴ്സായി.
പാർവതിയും അരുണും. രണ്ടുപേരും 7-8 മാസം കൊണ്ട് സെപ്പറേറ്റഡ് ആണ്. എന്നാൽ ഇപ്പോൾ ഫൈനലായിട്ട് ഒരു സ്റ്റേജ് എത്തി, അല്ലെങ്കിൽ അവസാനം ആ ഡിവോഴ്സ് പറയുന്ന പേപ്പറിൽ സൈൻ ചെയ്ത് രണ്ടുപേരും നിയമപരമായി വേർപിരിഞ്ഞതിന് ശേഷം നിങ്ങളടുത്ത് പറയാം. അല്ലാണ്ട് ഡെയിലി വന്ന് ഈ പേരും പറഞ്ഞിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും നിയമപരമായി വേർപിരിഞ്ഞതിന് ശേഷം എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതി ഈ വിഷയം ഇവിടെ നൈസായിട്ടൊന്ന് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ലടെ സംഭവിച്ചത്, പിന്നെ സംഭവിച്ചതാണ് ചരിത്രം. എന്തായാലും ബാക്കി. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലെ പേര്. ആക്ച്വലി യൂട്യൂബ് ചാനലിൻ്റെ പേര് പാർവൺ ലൈഫ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ പാർവൺ ലൈഫ് എന്ന് പറഞ്ഞ പേര് ഞങ്ങളുടെ രണ്ടുപേരെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഇതായിരുന്നു. ഫാൻസുകാർ സ്റ്റാർട്ട് ചെയ്തൊരു പേജായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു പേരെടുത്തിട്ട് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇനി മുതൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ മാറ്റാൻ പോവാണ്. ആ പേരെന്താണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ഒഫീഷ്യലി ഞാൻ എന്താണെന്ന് അറിയിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, എല്ലാവരും ഇപ്പോൾ ഇതറിയുമ്പോൾ ഉറപ്പായിട്ട് ചോദിക്കും എന്താണ് ഇഷ്യൂ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കും. അത് പേഴ്സണൽ കാര്യങ്ങളാണ്, അതൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് മാത്രമല്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമുണ്ട്. അതൊന്നും നമ്മൾ എന്താ പറയുക, നമ്മളത് പറ്റുന്നവരാണെങ്കിൽ പുറത്ത് പറയും, ഇല്ലാത്തവരാണെങ്കിൽ അത് നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം ഞാനൊന്നും പറയുന്നില്ല, അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഇത് പോയിന്റ്. അവരുടെ പേഴ്സണൽ കാര്യം അവർക്ക് പറയാൻ ഒരു താല്പര്യമില്ല, പറയത്തുമില്ല, നമുക്ക് പറയാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മൾ ഡിവോഴ്സായി, നിങ്ങൾ അത്ര അറിഞ്ഞാൽ മതി. ഇത്രയൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിന് മാത്രം ഉത്തരം തരാം. ഞങ്ങൾ ഡിവോഴ്സായി, നിയമപരമായിട്ട് വേർപിരിഞ്ഞു. പക്ഷേ എന്താണ് അതിന്റെ റീസൺ, ഏതാണ് അതിന്റെ റീസൺ, ഒരു തേങ്ങയും ഞങ്ങൾ പറയത്തില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ പാർവതി നിന്ന് സംസാരിക്കുന്നത്. നല്ലൊരു തീരുമാനം, വളരെ വളരെ കറക്റ്റായിട്ടുള്ള തീരുമാനം. നിങ്ങൾ ഇവിടെ എന്താണ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് ഒരു ചർച്ചാ വിഷയമായി മാറും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വീഡിയോ ആദ്യം കണ്ട സമയത്ത് ഞാൻ കണ്ടായിരുന്നു, എനിക്ക് വേണമെങ്കിൽ കണ്ടന്റ് ആക്കാമായിരുന്നു, പക്ഷെ ഞാൻ ആക്കിയില്ല. എന്താണ് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ റീസൺ പറയുന്നില്ല, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. ഡിവോഴ്സ് ആയെന്ന് പറയുന്നു, നിങ്ങളുടെ പേഴ്സണൽ കാര്യം വന്ന് നൈസായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് പോകുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതുകൊണ്ട് ഓക്കെ, എനിക്കത് ഫൈനായിട്ട് തോന്നി. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു പോയിന്റും കൂടി പറഞ്ഞപ്പോൾ ഓക്കെയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പറയാൻ ഒട്ടും താല്പര്യമില്ല, നിങ്ങൾ പറയുന്നില്ല എന്ന് വളരെ സൂപ്പറായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് നൈസായിട്ട് അങ്ങ് പോയി. ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിനുശേഷം വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്യാനുണ്ടായ റീസൺ. എന്തായാലും പാർവതി സൂപ്പറാണ്, വെൽ സെഡ്. പേഴ്സണൽ കാര്യം എപ്പോഴും തികച്ചും പേഴ്സണൽ ആയിരിക്കും. ഇവിടെ കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഊളകളുണ്ട്. എല്ലാ കുടുംബത്തിൽ നടക്കുന്ന തുപ്പിയും തുമ്മിയും തൂറിയും പിഴിഞ്ഞത് വരെ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കാശുണ്ടാക്കും. അവരാലോചിക്കുന്നില്ല നാളെ വളർന്നു വരുന്ന മക്കളടക്കമുള്ള കുടുംബങ്ങളാണ്. ഈ മക്കളടക്കം നാളെ സൊസൈറ്റിയിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഒക്കെയാണ് ഫേസ് ചെയ്താണ് ജീവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഓർക്കാതെ വീട്ടിൽ എന്ത് കൊണാപ്പ് നടന്നു കഴിഞ്ഞാൽ എടുത്തങ്ങ് സോഷ്യൽ മീഡിയയിലിട്ട് കാശുണ്ടാക്കുക. താൽക്കാലികമായ ആ കാശും കാര്യങ്ങളും ഫെയിമും കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ അടക്കം പട്ടി വിലയായിരിക്കും. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഏറ്റവും തികച്ചും ഒരു വ്യക്തി പോലും അറിയാതെ പേഴ്സണലായിട്ട് വയ്ക്കാനാണ് ശ്രമിക്കാറ്. അങ്ങനത്തെ കാര്യങ്ങൾ നാട്ടുകാരുടെ മുന്നിലിട്ട് കച്ചവടമാക്കുമ്പോൾ നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോഴും നിങ്ങൾക്ക് നാട്ടുപേര് തന്നെയാണ്. കയ്യിൽ കുറച്ച് പൈസ മാത്രം ഉണ്ടായ പോലെ അന്തസ്സ് വേണം. എന്തായാലും പാർവതിയുടെ കേസിൽ എനിക്ക് സൂപ്പറായിട്ട് തോന്നി. പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യം പുറത്തു പറയാൻ താല്പര്യമില്ല, പക്ഷേ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് ആൾക്കാരടുത്ത് പറയുന്നു. സൂപ്പറായിട്ട് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ബാക്കി അപ്പോൾ ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അച്ഛനമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെയാണ് ഇവിടെ കൂടെ ഉള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കാണുമ്പം എന്തായാലും ഉറപ്പായിട്ടും ഒരു നല്ല കമൻസ് ഉണ്ടാവും. ചിലപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലാതെ മോശം കമൻസും എനിക്കുണ്ടാവും. ബിക്കോസ് ഞാൻ അങ്ങനെ ആയിരുന്നു. ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാരേജ് ആയിരുന്നു. അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ ന്യൂസുകൾ അല്ലെങ്കിൽ കമൻസുകളും ന്യൂസുകളും വേറെ മീഡിയാസുകാരും ന്യൂസുകളെല്ലാം ഇറക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. അപ്പോൾ എനിക്ക് അവരോട് വേറെ മീഡിയാസിനോടൊക്കെ എനിക്ക് പറയേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരുടെ ഭാഗം കൂടി ചിന്തിച്ചിട്ട് മാത്രം ഓരോരുത്തർ മീഡിയാസിൽ ഓരോ വീഡിയോസിൽ നിങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ ഈ ഇതിൽ പറയുന്ന കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ അടുത്തതിൽ പോയി നോക്കുമ്പോഴത്തേക്കും വരുന്നത്. എന്തായാലും ഞാൻ ഇത് ഇട്ടു എന്ന് പറഞ്ഞൊരു ന്യൂസ് പുറത്ത് എന്തായാലും വരും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കാതെ ഉള്ള കാര്യങ്ങൾ എന്താണോ അത് മാത്രം പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നതിനൊന്നും പ്രശ്നമില്ല. പാർവതി നൈസായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടന്റ് ആക്കിക്കോ, പക്ഷെ ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞുണ്ടാക്കരുത്. മാന്യമായ രീതിയിൽ വേണമെങ്കിൽ കണ്ടന്റ് ആക്കിക്കോ. ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് കണ്ടന്റ് ആക്കാത്ത വേറൊന്നുമില്ല. അവർ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞു, ഞാൻ അതിനെ എടുത്ത് വെച്ച് ഇനി എന്ത് കണ്ടന്റ് ആക്കാൻ? ചുമ്മാ എനിക്ക് താല്പര്യം തോന്നിയില്ല, ഞാൻ അതുകൊണ്ട് ആക്കിയില്ല. പക്ഷേ ഇപ്പോൾ ഇത് കണ്ടന്റ് ആക്കാനുണ്ടായ റീസൺ, ഇതിന് ശേഷം പാർവതി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയും മനുഷ്യർ ഉളുപ്പില്ലാതാവുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് തോന്നിയത്. ആ പാർവതി അല്ല പറയുന്നത്, അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. കേട്ടു നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രശ്നം പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ എൻ്റെ ലൈഫിലല്ല എല്ലാവരുടെ ആയിരുന്ന ലൈഫിൽ ഒരു പ്രശ്നം പറയുമ്പോൾ അതിന് ചിലപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറേ കമൻറ്റ്സ് വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ നിന്നത്. ഞാൻ അതിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു.
എന്താ പറയുക, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എന്താണ് അനുഭവിച്ചത്, അത് എന്താണ് പ്രശ്നം എന്നുള്ളത് അത് ഞങ്ങളുടെ ഇടയിൽ മാത്രമേ അറിയാവൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ മാത്രമേ അറിയാവൂ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം വീഡിയോ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പക്ഷേലോട്ട് വരാം. അതിനു മുന്നേ പാർവതി പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഫാമിലിയിൽ മാത്രം അറിയാവുന്ന കാര്യം ഞങ്ങളുടെ കുടുംബകാര്യം, അതാണ് മോനെ, അതാണ് സൂപ്പർ ഡയലോഗ്. കാരണം കുറേ നാരെ ഉളുപ്പില്ലാത്ത ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, വീട്ടിലെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് കാശുണ്ടാക്കുന്നത്. അവരൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കും. വേണമെങ്കിൽ പാർവതിക്ക് ഇത് എപ്പിസോഡ് കണക്കിന് ഇറക്കാം, ഡിവോഴ്സ് പാർട്ട് 1, 2. കാരണം മറിച്ച് അമ്മാവ അവിടെ പോയി, അമ്മായി ഇവിടെ പോയി, അപ്പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഉണ്ടാക്കിയ ഇല്ല. അതാണ് ക്വാളിറ്റി. ഇവിടെ ക്വാളിറ്റി ഇല്ലാത്ത കുറേ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, ഇതൊക്കെ കണ്ട് പഠിക്കും. കേട്ടാ? ഇനി ബാക്കി ആൾക്കാർ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ നിർത്തി വേറൊരു വീഡിയോ ഇനി ഇടുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു പേരാണ് സിനി ലൈഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അറിയായിരിക്കും, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് സിനി ലൈഫ് എന്ന് പറയുന്നത്. അവര് ആവശ്യമില്ലാതെ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയുക, ഓരോ ദിവസവും നമ്മളെ പോലും നമ്മളെ ലൈഫിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവർ ഇടുന്നത്. ഞാനിത് കേൾക്കുമ്പോഴൊക്കെ നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ, ഇവരെങ്ങനെ ഇതൊക്കെ അറിയണേ, ഇങ്ങനെ ഞാൻ വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ പാർവതിക്ക് മീൻസ് അമ്മായിയമ്മയോടുള്ള സ്നേഹം കണ്ടോ, അത് മാറില്ല എന്നും പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വിഷമിച്ച് ഇതായിട്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയാം, ഒരു ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് വിഷമം തന്നെയാണ്. അത് എല്ലാവരും ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിൽ നിന്നെല്ലാം ഓക്കെ ആയി ഞാൻ വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനത്തെ വീഡിയോസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോ ഇടുന്നതിന് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ അതെങ്ങനെ വേണം നിങ്ങൾക്ക് ഇടാം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം. പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് അങ്ങനത്തെ വീഡിയോസ് ഇടാതിരിക്കുക. നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല ന്യൂസുകൾ കിട്ടുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾ ഓരോരോ വീഡിയോസാണ് ഇടുന്നത്, അത് ഓരോരോ സ്റ്റോറീസാണ്. പാർവതിയുടെ ലൈഫിൽ സംഭവിച്ചത് കണ്ടോ, ഞങ്ങളുടെ പഴയ ഫോട്ടോസ് എടുത്ത് അതെടുത്തിടുക, ഇതെല്ലാം ഞങ്ങൾ മ്യൂച്വലായിട്ട് തീരുമാനിച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ പഴയ ഫോട്ടോസ് എടുത്തിടുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ എടുത്തിടുക, അതൊക്കെ ഒന്ന് നിർത്തുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങനെ വരണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, വേറെ ചാനൽസും ഉണ്ട്, അത് എനിക്ക് പേര് ഞാൻ നോക്കിയൊന്നും വെച്ചിട്ടില്ല നേരെ. പക്ഷെ ഇതാണ് മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ട പേര്, സിനി ലൈഫ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിന് പോലും വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാണ് അവർ വീഡിയോ ഇടുന്നത്. പോയിന്റ് നമ്പർ 1, ഗോസിപ്പ് ചാനൽ ഗോസിപ്പ് അടിച്ചിറക്കും. നമുക്ക് തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കേസ് കൊടുത്ത് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ തടയാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഈ ഗോസിപ്പ് ചാനൽസിന്റെ ഗോസിപ്പ് തടയാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അമ്മാതിരി അപരാധങ്ങൾ പഠിച്ചുകൊണ്ട ഒരുപാട് ഗോസിപ്പ് ചാനലുകളുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, അവർ ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് ഗോസിപ്പ് ചാനലുണ്ട്. പിന്നെ വേറൊരു പോയിന്റ് പാർവതി ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോസിന്റെ കേസ്. നിങ്ങൾ ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോസ് ഒരിക്കലും നമുക്ക് പിന്നെ പിടിച്ചേർത്താൻ പറ്റത്തില്ല. ആരെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യും, ആരെങ്കിലുമൊക്കെ എടുത്തു വെക്കും. ഒരു സമയത്ത് നിങ്ങൾ വന്നിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു, ഇനി ഞങ്ങളുടെ ഫോട്ടോസ് ഇല്ലല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കും, ആൾക്കാരുടെ കയ്യിൽ കാണും, അവരിതുപോലെയൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കും. അങ്ങനെ നിങ്ങൾക്ക് അത്രയ്ക്ക് അത് വിഷമമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക. ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തു വയ്ക്കും. അതിൽ കയറി പിടിക്കുന്നതിൽ എനിക്ക് വലിയ കണക്ഷൻ അല്ലെങ്കിൽ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. ഫോട്ടോസ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് തന്നെയാണ്. അതിനെ ഇനിയിപ്പോൾ തടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ ഈ ഗോസിപ്സ് അടിച്ചിറക്കുന്നത് മാക്സിമം തടയാൻ ശ്രമിക്കുക. പറഞ്ഞിട്ടും കേട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേസ് കൊടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അത് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. എന്തായാലും ബാക്കി ഇതവരുടെ ചാനലിന് ഹൈപ്പ് കിട്ടാനോ ഉള്ളതായിരിക്കും അവരിടുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം അങ്ങനെ ഒരു കാര്യം ചെയ്യുക. പിന്നെ എനിക്കൊരു മോളാണുള്ളത്. ഇപ്പം നാളെ ഒരു സമയം അവള് വലുതായി വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നുള്ള കാര്യം അത് ഞാൻ പറഞ്ഞു വേണം അവർക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവർ പറഞ്ഞോ വേണം അവർക്കറിയാം. അല്ലാണ്ട് അവൾ ഈ ഒരു ന്യൂസ് കണ്ടിട്ടോ കാര്യങ്ങൾ കണ്ടിട്ടോ ഒന്നുമല്ല. അപ്പം ഞങ്ങൾക്കിടയിൽ നടന്ന കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് എന്താണ് റീസൺ എന്നുള്ളത് അത് ഞാൻ പുറത്ത് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുട്ടി ഇപ്പോൾ വളർന്ന് വരുമ്പോഴത്തേക്കും അവൾ ഇതുപോലുള്ള ന്യൂസ് കാണുമ്പം അവളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇതിലേതാണ് സത്യം അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവളുടെ മനസ്സിൽ. ഇപ്പം ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി,
ദയവ് ചെയ്ത് അതുപോലുള്ള വീഡിയോസ് ഞാൻ പറയുന്നു ഇടാതിരിക്കുക. ഇപ്പൊ നാളെ അവള് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ, അവിടെ ബാക്കിയുള്ളവരായിരുന്നാലും ഈ വീഡിയോസ് കണ്ടിട്ട് അവളോട് തന്നെ ചോദിക്കും ഇങ്ങനത്തെ റീസൺ എന്താണ്, ഇതാണോ റീസൺ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവൾക്കത് പേഴ്സണലി അവൾക്ക് ഹേർട്ടാം, അത് ഞങ്ങൾക്ക് ഹേർട്ടാം, അത് അവളുടെ ലൈഫിലേക്ക് ബാധിക്കും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഹേർട്ടാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെയല്ല അതിന് റീസൺ ഇങ്ങനെ ഒരു മീഡിയക്കാരും കൂടെ ആണെന്ന് അറിയുമ്പോൾ നമുക്കത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. സീരിയസ്ലി പാർവതി പറയുന്ന പോയിന്റ് വളരെ കറക്റ്റ് ആണ്. കാരണം കുട്ടി ഇനി സ്കൂളിൽ പോകുമ്പോൾ അടക്കം ഇതുപോലത്തെ ഗോസിപ്പ് ന്യൂസുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടി സ്കൂളിൽ മറ്റുള്ള കുട്ടികളുടെ അടുത്ത് നിന്നും ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി ഒരുപാട് വിഷമത്തിലോട്ടും ഡിപ്രഷനിലോട്ടും വരെ എത്തിക്കുന്ന സ്റ്റേജുകളുണ്ടാവും. സ്വന്തം മകൾക്ക് അത്രയും മോശമായ ഒരു അവസ്ഥ ഉണ്ടാകും. ഒരു അച്ഛനും കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലത്തെ ഗോസിപ്പ് ന്യൂസുകൾ അടിച്ചിറക്കാതിരിക്കുക. നിങ്ങൾ സത്യാവസ്ഥ അറിഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതും ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടിച്ചു കയറി ചെന്നിട്ട് എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒരു യോജിപ്പുമില്ല. സോഷ്യൽ മീഡിയയിൽ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഭിപ്രായം പറയാൻ റൈറ്റ്സ് ഉണ്ട്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടിച്ചു കയറിയിട്ട് ഓരോന്ന് കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അവരെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചിലപ്പം ഈ പറയുന്ന പാർവതിയുടെ അയൽവാസി ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അതെല്ലാം കൂടി അവരുടെ അടുത്തുനിന്ന് കേട്ട് മനസ്സിലാക്കി കണ്ടന്റ് ആക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒരു താല്പര്യമില്ല. അവർക്കൊരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഇഷ്യൂ പറയാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആരും വീണ്ടും കുത്തി കേൾക്കാതെ ഇരിക്കുക, അത് കുത്തിപ്പൊക്കി കൊണ്ടുവരാതെ ഇരിക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ബാക്കി കേട്ടോ. എല്ലാവരും എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഏജിൽ എൻ്റെ 21 വയസ്സിൽ ഞാൻ പോയത്, എല്ലാവരും കൂടെ 18 വയസ്സാണ്, ഞാൻ 21 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. എൻ്റെ മാരേജ് അങ്ങനെ ഒരു മാരേജും കൂടെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവാമെന്ന് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് അതൊന്നും പ്രശ്നമല്ല. കാരണം ആ സമയം പറ്റിപ്പോയ എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്നായിട്ട് ഞാനിപ്പോൾ അത് കാണുന്നുള്ളൂ. ഇപ്പോൾ അതും പറഞ്ഞ് ഇനി ഫ്യൂച്ചറിലേക്ക് അത് എൻ്റെ കുഞ്ഞിനെയും കൂടെ ബാധിക്കാൻ പാടില്ല. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊരു ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കുട്ടിയുടെ അച്ഛനെ കാണാമോ, അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛന് കുട്ടിയെ വന്ന് കാണാമോ, അല്ലെങ്കിൽ കുട്ടിക്ക് മാസം 5000 രൂപ വെച്ചാണ് കൊടുക്കേണ്ടതെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത്? കുട്ടിയുടെ അച്ഛൻ എപ്പോഴും അയാൾ തന്നെയാണ്. ഇപ്പോൾ അയാൾ വന്ന് കാണണ്ടാന്നോ, കുട്ടിയുടെ അച്ഛൻ വന്ന് കാണണ്ടാന്നോ അല്ലെങ്കിൽ കാണിക്കില്ലെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പം ഇതൊക്കെ നിങ്ങളോട് ആരാണ് ഇത് പറയുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യം എന്തിനാണ് ഇങ്ങനെ ചെകഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടിയിരിക്കുന്നത്? അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിട്ടാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അറിഞ്ഞുകൂടാത്ത കാര്യം ദയവ് ചെയ്ത് ഇനിയെങ്കിലും സിനി ലൈഫ് എന്ന് പറയുന്ന വീഡിയോയും ബാക്കിയുള്ള ചാനൽസ് ഇടാതിരിക്കുക. സത്യം അത്രേ ഉള്ളൂ. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അതിൽ അഭിപ്രായം പറയാം. അല്ലാണ്ട് ചുമ്മാ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഗോസിപ്പടിച്ച് ഇറക്കാതെ ഇരിക്കുക. അതുപോലെ ചുമ്മാ കുത്തിപ്പൊക്കി കൊണ്ട് വരാതിരിക്കുക. അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവർക്ക് ഇനിയും ജീവിതം മുന്നോട്ടുണ്ട്. അവരൊരിക്കലും വന്നിട്ട് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഇഷ്യൂസ് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ അത് കുത്തിപ്പൊക്കാനോ കണ്ടുപിടിക്കാനോ നടക്കേണ്ട കാര്യമില്ല. സ്വന്തം കുടുംബങ്ങളുടെ കാര്യം നോക്കി നടന്നാൽ മതി. ഒരുപക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അഭിപ്രായം പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഈ സിനി ലൈഫ് എന്ന് പറയുന്ന മീഡിയ ഒരു പോളൊക്കെ ഇട്ടിരുന്നിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിൽ, വളരെ വൾഗാരിറ്റി അറിഞ്ഞ രീതിയിൽ പോളും കാര്യങ്ങളൊക്കെ ഇവരുടെ കുടുംബം വെച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു രീതിയിലും അതൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.